പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, ഇസ്ലാമിക സമൂഹത്തിലും മുസ്ലിം ഉമ്മത്തിലും ഇതര മത സമൂഹങ്ങളിലുമൊക്കെ ധാരാളം അനാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമൊക്കെ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് പല അവകാശവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരെന്നോ പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ അതാത് മതത്തിൻ്റെ അതോറിറ്റികളായി സമഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മളൊട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള പല സ്വഭാവത്തിലുമുള്ള അനാചാരങ്ങളും അനാശാസ്ത്ര പ്രവണതകളുമൊക്കെ മുസ്ലിം ഉമ്മത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മതസമൂഹങ്ങളിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെയൊക്കെ തിരിച്ചറിയാൻ നമ്മുടെ വ്യക്തി, കുടുംബ, സാമൂഹിക ജീവിതത്തിൽ നിന്ന് പുരോഹിതന്മാർ കടത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന കപട കള്ള മത രീതിശാസ്ത്രങ്ങളെ, ജീവിത നിലപാടുകളെ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമൊക്കെ അള്ളാഹുവിൻ്റെ രീതിയിലേക്ക് പ്രത്യേകം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണമെന്ന് സന്ദർഭത്തിൽ നിങ്ങളെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. മുഹറം തീരുമാണ്, നാളെ കേട്ട് അവസാനിക്കും. മുഹറത്തിലെ കേന്ദ്ര കഥാപാത്രം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ കുറിച്ചൊക്കെ നമ്മൾ പല രീതിയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനിയും പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങൾ അതുമായിട്ട് ഉണ്ട്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും നമ്മളിപ്പോൾ കടന്നു പോകുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എതിരാളികളെയും ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫിർഔന്, ഹാമാന്, ഖാറൂന്, ഈ മൂന്നെണ്ണത്തിനെയും പഠിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തൊട്ടാൽ കൊള്ളുന്ന വിഷയങ്ങളാണ് ഈ മൂന്നെണ്ണത്തിൽ. രാഷ്ട്രീയാധികാരമുള്ളവർ, സാമ്പത്തികാധികാരമുള്ളവർ, സർക്കാർ സംവിധാനങ്ങളുടെ പിൻബലമുള്ളവർ, ഇതാണ് ഈ മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഫിർഔൻ രാഷ്ട്രീയാധികാരമാണ്. ഹാമാൻ അതിൻ്റെ സർക്കാർ സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിൻ്റെ, അതിൻ്റെ എല്ലാ തലങ്ങളിലും ഗവൺമെന്റിന് വേണ്ടി അല്ലെങ്കിൽ അധികാരഘടനയ്ക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഹാമാൻ. ഖാറൂൻ എന്ന് പറയുന്നതിൻ്റെ സാമ്പത്തിക പിൻബലമാണ്, വലിയ മുതലാളിത്ത സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഈ മൂന്നെണ്ണത്തിനെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ളത്. പല രീതിയിലും പല സ്വഭാവത്തിലും നമ്മൾ ആ കാര്യങ്ങൾ കടന്ന് പോയിട്ടുണ്ട്. ഇനിയും നമുക്കത് പറയേണ്ടി വരും. കാരണം അത്തരം ഒരു ലോകഘടനയിലും സാമൂഹിക ക്രമത്തിലുമൊക്കെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരഘടനകൾ അപകടകരമായ സ്വഭാവത്തിൽ വ്യക്തികളെയും സമൂഹങ്ങളെയും ഒക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഫറോവമാരായി വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏകാധിപതികൾ, സർവാധിപതികൾ, സ്വേച്ഛാധിപതികൾ, അടിച്ചമർത്തലുകൾ, അധിനിവേശം നടത്തലുകൾ, ഇതിനൊക്കെ ആര് നേതൃത്വം നൽകുന്നുണ്ട്? ലോകത്തെ ഭരണകൂട മേധാവിത്വങ്ങൾ. അവർ പല വേഷമാണ്. ഈ ജനാധിപത്യം പറയും, സെക്യുലറിസം പറയും, അതുപോലെ തന്നെ സോഷ്യലിസം പറയും, നാഷണലിസം പറയും. ഹിന്ദുവിൻ്റെ വേഷം കിട്ടും, മുസ്ലിമിൻ്റെ വേഷം കിട്ടും, ക്രിസ്ത്യാനിയുടെ വേഷം കിട്ടും. അതുപോലെ തന്നെ ഫാസിസ്റ്റും നാസിസ്റ്റും സെക്യുലറിസ്റ്റും ഒക്കെ ഇട്ടൊക്കെ പല കോലത്തിലും ഇവരെന്ത് ചെയ്യും? അധികാരഘടനയിൽ വന്ന് മനുഷ്യരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നതിനുള്ള അപകടകരമായ പ്രവണതകൾക്ക് നേതൃത്വം നൽകും. അവരെയാണ് വിശുദ്ധ ഖുർആൻ ത്വാഗൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഫറോവ. ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാവുന്നതുപോലെ എപ്പോഴും അവർ നിർവഹിക്കേണ്ട ദൗത്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മാന്വൽ ഉണ്ടാവും, ഒരു നിയമം ഉണ്ടാവും, ഒരു തിയറി ഉണ്ടാവും. അതിനെ ലംഘിച്ചിട്ട് അധികാരഘടനയോട് ഒപ്പം തുള്ളുന്നവരായിട്ട് ഉദ്യോഗസ്ഥന്മാർ മാറും, ഹാമാന്മാർ മാറും. അതിൻ്റെ പ്രതിനിധിയാണ് ഹാമാൻ. ഫറോവയുടെ ഏറ്റവും വലിയ എല്ലാ സെറ്റപ്പും, അദ്ദേഹത്തിന് സൈന്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹം പറയുമ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹാമാൻ ഫിർഔന്റെയും ഹാമാന്റെയും സൈന്യം എന്നുള്ള പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അതൊരു പട്ടാള സൈന്യ ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള സൈന്യങ്ങളുണ്ടാവും. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ യൂണിഫോം ഇട്ട സൈന്യങ്ങളുണ്ടാവും, യൂണിഫോം ഇടാത്ത സൈന്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ അധികാര രാഷ്ട്രീയ മത സംവിധാനങ്ങളും
ഈ ഉദ്യോഗസ്ഥന്മാരും കൂടി പോറ്റിക്കൊണ്ടിരിക്കുന്ന നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന അനുയായികളും ചിലപ്പോൾ സംഘപരിവാരത്തിന് അങ്ങനെ ഒരു സൈന്യം നമുക്കറിയാവുന്നത് പോലെ അവര് തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്താ ഇവിടെ കിട്ടു യാത്ര പോകുന്ന സംഘം ഉണ്ടല്ലോ, അവര് പ്രാർത്ഥനക്കും അതുപോലെ തന്നെ തീർത്ഥാടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. കാണുന്നവനൊക്കെ തല്ലുക, പട്ടാളക്കാരനെ തല്ലുക, പെണ്ണുങ്ങളെ തല്ലുക, അവിടെ ഇറച്ചിണ്ട് എന്ന് പറഞ്ഞിട്ട് തല്ലുക. എന്ത് തീർത്ഥാടനമാണ് ഇവർ നടത്തുന്നതെന്ന് അറിയില്ല. പക്ഷെ അതൊരു സൈന്യമാണ്. സംഘപരിവാർ പോറ്റുന്ന, സംഘപരിവാർ വളർത്തിക്കൊണ്ടിരിക്കുന്ന വിഷവിത്ത് വിതറി അവരുടെ നിലപാടുകളെ പ്രയോഗിക്കാൻ ശക്തിയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങളെയും സൈന്യമായിട്ട് അവര് ഉപയോഗിക്കും. അവരെ തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ റോട്ടിലേക്ക് ഇറങ്ങി വരും. അതിന്റെ ബാക്കി പിന്നാമ്പുറങ്ങളൊക്കെ നമ്മൾ എടുക്കാം. ഒഫീഷ്യൽ സൈന്യം ഉണ്ടാവും. ഇന്നിപ്പോ ഞാനൊരു ഇത് കണ്ടു, ഈ മറ്റേ അസാമിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള വീടിന്റെ മുമ്പിൽ പട്ടാളക്കാർ വന്നിട്ട് ജപ്തി ചെയ്യാനുള്ള വീടാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരന് നോട്ടീസ് ഒട്ടിച്ച് പോവാണ് അവര്. പക്ഷെ നോട്ടീസ് ഒട്ടിച്ച് പോവില്ല അവര് ചെയ്യുന്ന പണി എന്താ നിങ്ങൾ, ആ നോട്ടീസ് അവിടെ ഒട്ടിച്ചിട്ട് ഒരു പട്ടാളക്കാരൻ വന്നിട്ട് അവരെ ഏൽപ്പിച്ച ഒരു ഏജന്റ് അത് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് ഉടനെ പോകുന്നിട്ട് ആ സാധനം അവിടെ നിന്ന് പറിച്ചിട്ട് അവര് പോവാ. പ്രശ്നം എന്താന്ന് പറയുന്നത് നിങ്ങൾ. അപ്പോ ഈ വീട്ടുകാരൻ അറിയണില്ല ഇങ്ങനെ ഒരു നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഒരിക്കലും അവന്റെ മുമ്പിൽ ഈ നോട്ടീസ് വന്നതായിട്ട് അവനെ അറിയില്ല. അതേസമയം ഇത് പൊളിയാൻ ബുൾഡോസർ വരാൻ പോവാണ്. ബുൾഡോസർ വന്നാൽ എന്ത് ചെയ്യും? ഉടനെ നമ്മൾ കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ പോകും. അപ്പോൾ കോടതിയുടെ മുമ്പിൽ ഇവൻ ഈ ഫോട്ടോ എടുത്തിട്ട്, ഈ പട്ടാളക്കാരത് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ ഒട്ടിച്ചതാണ് അവന്റെ മുമ്പിൽ, അവൻ കണ്ടില്ല എന്ന് ഇത്രമാത്രം കള്ളത്തരങ്ങൾ, വലിയ കാപട്യങ്ങൾ ആസാമിലും യു പിയിലും രാജസ്ഥാനിലും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കളിയാണിത്. സംഘപരിവാരത്തിന് വേണ്ടി ഏറ്റവും മാരകമായ രീതിയിൽ മുസ്ലിം ഉന്മൂലനത്തിന്റെ, സാമുദായികമായ നശീകരണത്തിന്റെ, സാമ്പത്തിക സാമൂഹിക ആളുകളെ അടക്കമുള്ള വളരെ അപകടകരമായ രീതിശാസ്ത്രങ്ങൾ. ഇതും ഒരു ജുനൂദാണ്. അതുകൊണ്ടാണ് ഹദീസുൽ ജുനൂദ് എന്നൊക്കെ ഖുർആൻ കുറെ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സൈന്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കോളനിവൽക്കരണത്തിന്റെ സൈന്യങ്ങളുണ്ട്, അധിനിവേശത്തിന്റെ സൈന്യങ്ങളുണ്ട്, അധികാരഘടനയുടെ ആയുധ പ്രയോഗത്തിന് വേണ്ടി പ്രയോഗിക്കപ്പെടുന്ന സൈന്യങ്ങളുണ്ട്, ആൾക്കൂട്ട സൈന്യങ്ങളുണ്ട്. ഫിർഔന്റെയും സമൂദിന്റെയും ഒക്കെ സൈന്യങ്ങളെ നിങ്ങൾ പഠന വിധേയമാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലോകത്ത് വാസ്കോ ഡ ഗാമ ഒരു സൈന്യമായിരുന്നു, വളരെ അപകടകരമായി. അവിടുന്ന് തിട്ടൂരം വാങ്ങി പുറപ്പെട്ട് എല്ലാം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സാമ്പത്തിക സൈന്യമായിരുന്നു, സായുധ സൈന്യമായിരുന്നു. അത് ഒരേ സമയം വാണിജ്യ സംവിധാനങ്ങളെയും മറുഭാഗത്ത് സൈനിക നിയമ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഇന്ത്യൻ സമൂഹത്തെ വമ്പൻ കൊള്ളയടിക്ക് വിധേയമാക്കിയ സംഘമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ ഖുർആനെ വെറുതെ ഇങ്ങനെ ഓതിപ്പോയിട്ടൊന്നും ഒരു പിടുത്തം കിട്ടാൻ പോണില്ല. ഖുർആൻ സൂറത്തുൽ ബുറൂജില് ഹദീസുൽ ജുനൂദ്, സൂറത്തുൽ ഖസസില് ഹാമാന ഫിർഔന വഹാമാന വജുനൂദഹുമാ കാനൂ ഖാതിഈൻ, ക്രിമിനലുകളായിരുന്നു അവർ, പിഴച്ച പണി ചെയ്യുന്നവരായിരുന്നു അവർ, പിഴപ്പിക്കാൻ വേണ്ടിയുള്ള പണികൾ മാത്രം ചെയ്യുന്നവരായിരുന്നു അവർ. ഇങ്ങനെ സൈന്യം ഉണ്ടാവും. ഈ സൈന്യത്തിന്റെ എന്ന് പറഞ്ഞ അധികാരഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി സൈനിക സ്വഭാവത്തിലും ഉദ്യോഗസ്ഥ ഭാവങ്ങളിലും കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ കുറിച്ചാണ് ഹാമാൻ എന്ന് ഖുർആൻ വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുള്ളത്. മൂന്നാമത്തത് കാറൂനാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇലോൺ മസ്ക് ഉണ്ട്, റോബർട്ട് മർഡോക്ക് ഉണ്ട്, നമ്മുടെ നാട്ടിൽ അദാനി ഉണ്ട്, അംബാനി ഉണ്ട്. റോഡ് പോലും വരുന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വരുന്ന 6 വരി പാത എന്ന് പറയുന്നത് പൊതുജനങ്ങൾ, കേരളത്തിലെ 20% 30% ജനങ്ങൾക്ക് പോലും വലിയ ഫലമൊന്നും ഇല്ലാത്ത റോഡ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകണ്ട, വേറെ. ഞാൻ പറഞ്ഞത് ആ റോഡ് പോലും അടിസ്ഥാനപരമായി വരുന്നത് അദാനി എന്ന് പറയുന്ന മുതലാളിക്ക് വേണ്ടിയാണ്. ഈ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളും വലിയ സാമ്പത്തിക ഭീമന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നിനെയും കൃത്യമായിട്ട് മൂസാ നബിയുടെ ചരിത്രത്തിൽ, ഈ മൂന്നെണ്ണത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൊട്ടാ പൊള്ളുന്ന സാധനങ്ങളാണിത്. കാരണം അധികാരമുള്ളവരാണിവർ. ഇവരെ കുറിച്ച് പറയുക, ഇവർക്ക് നേരെ വിരൽ ചൂണ്ടുക, ഇവർക്കെതിരെ നിങ്ങൾ ന്യായങ്ങൾ പറയുക എന്ന് പറയുന്നത് വമ്പിച്ച പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കും. ഇത് മൂന്നിന് മുന്നിൽ വെച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രം പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ ഒരു കഥാപാത്രം കൂടിയുണ്ട്. അത് ഇത് മൂന്നിനോടും കൂട്ടി കെട്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ മൂസാ നബിയുടെ ചരിത്രത്തിൽ സൂറത്ത് ത്വാഹയിലും സൂറ ഖസസിലും ഒക്കെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. സാമിരി എന്ന് പറയുന്ന പുരോഹിതൻ, മതനേതൃത്വം, മതത്തെ കപടമായി, കള്ളമായി, കൃത്രിമമായി, വ്യാജമായി ഉപയോഗിക്കുന്ന, അതിന്റെ മറവിലും ചിലവിലും ഒളിവിലും നിന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമ്പത്തിക സംവിധാനങ്ങളും ഒക്കെ നിർമ്മിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന, അധികാരത്തിന്റെ അകത്തളങ്ങളിൽ വിശുദ്ധമായ പദവികളും അതുപോലെ തന്നെ കസേരകളും ഒക്കെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പൊതുജനത്തെ വഴികേടിലേക്ക് നയിക്കുന്നതിന് നേതൃത്വം നൽകുന്ന മതപുരോഹിതൻ എന്ന് പറയുന്ന ഒന്നിനെയും, അതും കൂടി കൂടിയാലും മൂസാ നബി, അപ്പോഴേ മൂസാ നബിയുടെ ആ ചാർട്ട് പൂർത്തീകരിക്കപ്പെടുള്ളൂ. മൂസാ നബിയും ഫിർഔനും ഹാമാനും കാറൂനും സാമിരിയും. ആ സാമിരിയെ സംബന്ധിച്ച് സാമിരിയുടെ പ്രവണത എന്ന് പറയുന്നത്
മതത്തിന്റെ കെട്ടുകാഴ്ചകൾ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എന്താണ് ഈ മതം, എന്തിനാണ് ഈ മതം എന്ന് പറയുന്നത്? ആചാരങ്ങളാണ്, അനുഷ്ഠാനം. നമ്മളൊക്കെ തന്നെ വിചാരിക്കണം അങ്ങനെയാണ്, കുറെ സ്കരിക്കലാണ് മതം, കുറെ നൂൽപൊൽക്കലാണ് മതം. എന്തിനാണെന്നുള്ള അറിയില്ല, എന്തിനാണ് മതം എന്നുള്ളത് അറിയാതിരിക്കുകയും എന്നാൽ അതിന്റെ ആചാര അനുഷ്ഠാന ആഘോഷ സംബന്ധിയായ കാര്യങ്ങളെ വളരെ സജീവമായി നിലനിർത്താൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളും ബൃഹത്തായ സംവിധാനങ്ങളാണ്. കുംഭമേള മുതൽ ഹജ്ജ് മുതൽ. ഹജ്ജിന് പോയാൽ നിങ്ങൾക്ക് അവിടെ കല്ലെറിയാം, അവിടെ നരേന്ദ്രമോദി ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ അല്ലല്ലോ ഇരിക്കുന്നത്, അവിടെ ഇല്ലല്ലോ ഇവിടുത്തെ കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും അല്ലല്ലോ നിങ്ങൾ എറിയേണ്ടത് അവനെയാണ്. കള്ളക്കടത്തും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വർഗീയതയും സാമുദായികതയും സാമൂഹിക കൊള്ളയും സാംസ്കാരിക കൊള്ളയും സാമ്പത്തിക കൊള്ളയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവർ ആ പിശാചുക്കളെയാണ് എറിയേണ്ടത്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എറിഞ്ഞു വരാൻ എളുപ്പമാണ്. ഹജ്ജിന് പോകുന്നവന് എറിയാൻ അവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? അവിടെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ എറിയാൻ ഒരാൾ അവിടെ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ നിങ്ങൾ പിശാചിനെ എറിയണം. പിശാച് എന്തായിരിക്കും? നിലപാടുകളിലും നടപടികളിലും ആ പ്രകടനങ്ങളിലും പ്രബോധനങ്ങളിലും ഒക്കെ മാരകമായ പ്രയോഗങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാവാം, സംഘടനകളാവാം, നേതാക്കന്മാരാവാം, പ്രസ്ഥാനങ്ങളാവാം, രാജ്യങ്ങളാവാം, മതങ്ങളാകാം, പാർട്ടികളാവാം, ആരാണോ. അല്ലാതെ അവിടെ പോയിട്ട് കല്ലെറിയാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആചാര സംബന്ധിയായിട്ട് അതിന് ഭയങ്കര സംവിധാനമൊക്കെ ഉണ്ട്. തിരക്കില്ലാതെ എറിയാൻ, അതുപോലെ തന്നെ പ്രയാസമില്ലാതെ എറിയാൻ, എറിയിന്റെ വ്യത്യസ്ത ഭാഗങ്ങളൊക്കെ വിഭജിച്ച് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എറിയാനൊക്കെ സംഗതി പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ആചാര സംബന്ധിയാണ്. അതുകൊണ്ട് അത് നിർവഹിക്കേണ്ടതല്ല. ചിലത് ആചാരമാകുമ്പോഴേ നമ്മുടെ ഓർമ്മയിൽ വരുള്ളൂ. നമ്മൾ എറിയേണ്ടവരാണെന്നും എറിയപ്പെടേണ്ടവർ ഇവിടെ ഉണ്ട് എന്നും പഠിപ്പിക്കാനാണ് അള്ളാഹു ആ ആചാരം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. പക്ഷെ ആരെയാണ് എറിയേണ്ടതെന്നും എങ്ങനെയാണ് എറിയേണ്ടതെന്നും എന്ന് പറയാതെ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എറിയാൻ പോയിട്ട് ഹജ്ജിന് എറിഞ്ഞൊക്കെ പോകുന്നത് ഒരു ഇബ്ലീസിനെയും എറിയാൻ കയ്യ് പൊന്താത്ത, ഒരു കല്ല് പോലും കയ്യിലെടുക്കാത്ത, ഒരു പ്രതികരണവും പ്രതിരോധവും പ്രതിഷേധവും ഒന്നും നിർവഹിക്കാൻ കഴിയാത്തവൻ ഹജ്ജ് ചെയ്ത് മടങ്ങി വന്നാൽ അത് ആചാര സംബന്ധിയായ മതമാണ്. നിങ്ങൾ സഭാമർക്കിടയിൽ ഇടണം, ഓടണ്ട. നിങ്ങൾ ഗസയിലെ കുട്ടിക്ക് വെള്ളമല്ല, ഹാദരക്ക് വേണ്ടിയിട്ടുള്ള, ഹാദര ഇസ്മായിലിന് വേണ്ടിയിട്ടുള്ള പാഞ്ഞത് നിങ്ങൾ കാണണില്ലേ? മീമുള്ള പോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗസയിലെ കുട്ടികളുടെ ചിത്രം. മീന് നമ്മള് മാംസം പോയാൽ അങ്ങനെ ഉണ്ടാവും, ഒരു വലിയ തലയുണ്ടാവും, അതിലൊരു വാലും ഉണ്ടാവും, പിന്നെ അതിന്റെ ഇതിങ്ങനെ കാണാം. ഈ ഗസയിലെ കുട്ടികളുടെ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബിലും ഇതിലൊക്കെ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുന്നുണ്ടോ? വലിയൊരു തല കാണാം. നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും കഴിയില്ല. നിങ്ങളെ കുട്ടിയാണ് വിശക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ നമ്മൾ ചെയ്യുക? നമ്മുടെ കുട്ടി വെള്ളം കുടിക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, നമ്മുടെ ഇണ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ കഴിഞ്ഞ എത്ര ദിവസങ്ങളും മാസങ്ങളുമായി അധികാര ഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഏത് ഹാദരെ പായുന്നത്? ഏത് ഇബ്രാഹിമിന്റെ സിദ്ധാന്തം നമ്മുടെ കയ്യിലുള്ളത്? ലോകത്തെ പട്ടിണി കടന്നുകൊണ്ടിരിക്കുന്ന അനവധി മനുഷ്യന്മാരുണ്ട്. ആഫ്രിക്കയിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പേക്കോലങ്ങളായി മാറിയിട്ടുള്ള ഒരു തുള്ളി വെള്ളവും ഒരു നേരത്തെ ഭക്ഷണവും കിട്ടാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് നിങ്ങൾ പായേണ്ടത്. ആ പാച്ചില് പായാതെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണവും നടത്താതെ സഭാമറൊക്കെ ചുറ്റും പാഞ്ഞിട്ട് ഞാനും കൂടെ തടി രക്ഷപ്പെടുത്തുകയാണ്. കാരണം എളുപ്പമുള്ള പാച്ചല. അവിടെ നിങ്ങൾ ആർക്കും വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. കിട്ടിയ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ട് സ്വർഗത്തിലെത്തുന്നുള്ള പ്രതീക്ഷയിട്ട് നടക്കാൻ ഞാൻ നിങ്ങൾ സംശയം കുടിക്കേണ്ടെന്നല്ല. വലിയ പുണ്യമുള്ള വെള്ളമാണത്. പുണ്യം എന്ന് പറയുന്നത് ഒരു കൃത്രിമത്വത്തിന്റെ പുള്ളിയൊന്നുമല്ല. കുടിച്ചിട്ട് സ്വർഗത്തിൽ പോകാനൊന്നും പറ്റില്ല. അതിന്റെ ആശയ ദർശന ആചാര അനുഷ്ഠാന അതിന്റെ പ്രായോഗിക മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരാതെ ആ വെള്ളം കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ വെള്ളത്തിന് പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പൊ പാച്ചൽ നടത്തുകയാണ്. ഇതാണ് ആചാര സംരക്ഷണ സമിതികളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. എന്തിനാണ് ഈ ആചാരങ്ങൾ? ശബരിമല ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ആചാര സംഘപരിവാർ കൊടുത്ത കള്ളനാണയമായിരുന്നു അത്, ആചാര സംരക്ഷണ സമിതി. എന്നിട്ട് പോട്ടെ, അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മളിപ്പോ ഉണ്ടാ. മതങ്ങൾ മുഴുവൻ ചെയ്യുന്ന പണി ആചാരാനുഷ്ഠാന ബന്ധിത. ഇപ്പൊ നമ്മളെ പേരയിലൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ എന്താ പറയാ, നട്ടല് പോയ, റൂഹ് പോയ, ജീവനില്ലാത്ത ശരീരങ്ങളാക്കി പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ഒക്കെ ആശയ ദർശനങ്ങളെ ഐസിലിട്ട് ഫ്രീസറിലിട്ട് ശവമാക്കി പൂജയ്ക്ക് വേണ്ടി, വഴിപാടിന് വേണ്ടി, ആചാരത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന അതിന്റെ പ്രതിനിധിയാണ് സാമരി. ലോകത്തെ ഏകദേശം എല്ലാ മതങ്ങളും ആ സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. സകല മതങ്ങളും ആ സ്റ്റേജിലാണ് ഉള്ളത്. അതിന് രക്ഷപ്പെടാൻ പഴുതുള്ളത് ഇസ്ലാമിന് മാത്രം. പല മതസമൂഹങ്ങളിലും വ്യക്തികൾക്ക് ചിലപ്പോൾ നല്ല വിമോചന, വിപ്ലവ, സാംസ്കാരിക നവോത്ഥാന. ഇപ്പൊ നമ്മളെ കേരളത്തിലുണ്ട് ഒരു നവോത്ഥാന നേതാവ്, വെള്ളാപ്പള്ളി നടേശൻ. എന്തൊരു നവോത്ഥാനാണ്! കേരളത്തിന്റെ നവോത്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി. ഇതൊക്കെ ഇങ്ങനെ പറയേണ്ടി വരികയാണ് നമുക്ക്. എന്താണ് നവോത്ഥാനം എന്നൊക്കെ പറയുന്നത്? പഴഞ്ചനകൾ, യാഥാസ്ഥിതികതകൾ, യുക്തിക്ക് വിരുദ്ധമായത്,
അതുപോലെ തന്നെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒക്കെ നിറയുന്ന ഒരു ലോകത്തിനെതിരെ പുതിയ സംവിധാനങ്ങൾ അവതരിപ്പിക്കുന്ന വിപ്ലവകരമായ നിലപാടുകളെയാണ് നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയാ. ഇയാൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശ്രീനാരായണഗുരു പറഞ്ഞു കള്ള് കുടിക്കാൻ പാടില്ല, ഇയാൾ പറഞ്ഞു കുടിക്കണമെന്ന്. നാരായണഗുരു പറഞ്ഞു ജാതി ചോദിക്കരുതെന്ന്, ഇയാൾ പറയാ ജാതിയെ ചോദിക്കാൻ പാടുള്ളൂ എന്ന്, ജാതിയാണ് ചോദിക്കേണ്ടതെന്ന്. കള്ള് വിൽക്കരുതെന്ന് ശ്രീനാരായണഗുരു, ഇയാൾ പറയാ വിറ്റിട്ട് കാശുണ്ടാക്കണമെന്ന്. അയാൾ കേരളത്തിലെ നവോത്ഥാന സമിതിയുടെ ചെയർമാനാണ്. കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബെൽറ്റിൽ എങ്ങനെയാണ് RSSന് വേണ്ടി കപടമായ കള്ളനാണയം വിറ്റിട്ട് ഈ സമൂഹത്തെ പരിക്കേൽപ്പിക്കേണ്ടത് എന്നുള്ളതിന് അപകടകരമായ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. അതിന് നവോത്ഥാന സമിതി എന്നാ പറയാം. എന്ത് നവോത്ഥാനം? മതങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആചാര സംരക്ഷണ സമിതിയും നവോത്ഥാന സംവിധാനങ്ങളും ഒക്കെ ഇട്ട് പലതും നമ്മുടെ അകത്തലങ്ങളിലുണ്ട്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും എഴുന്നേറ്റെന്ന് സംസാരിക്കുക. അധികാരമുള്ളവർ, ഉദ്യോഗസ്ഥന്മാർ. ഇതിന്റെയൊക്കെ വെള്ളാപ്പള്ളിയുടെ ശ്രീനാരായണ ഗുരുവിന്റെ തന്നെ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ വലിയ അടയാളങ്ങൾ സൃഷ്ടിച്ച പ്രസ്ഥാനമാണ് SNDP പ്രസ്ഥാനം എന്ന് പറയും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല, നമ്മൾ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യേണ്ടതാ. കലങ്ങി മറിഞ്ഞ് പുരോഹിതന്മാർ അടിച്ചമർത്തി വെച്ച പഴയ സംവിധാനങ്ങൾക്കെതിരെ ധൈര്യത്തോടു കൂടി എഴുന്നേറ്റെന്ന് സംസാരിച്ച കേരളത്തിലെ അപൂർവ വ്യക്തിത്വങ്ങളുണ്ട്. അത്തരം പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇത് പറയുമ്പോൾ പോലും അതിനെ എതിർക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുണ്ടാവണില്ല. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാ പ്രസ്ഥാനങ്ങൾക്കും മതങ്ങൾക്കും പാർട്ടികൾക്കും ഒക്കെ ഈ കെട്ട കാഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രതിനിധിയാണ് സാമിരി എന്നാണ് നമ്മൾ പറയുന്നത്. സാമിരി ചെയ്ത പണി എന്താണെന്ന് അറിയുന്നത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരായിട്ട് സാമിരിനെ കുറിച്ച് പല അഭിപ്രായമുണ്ട്. അദ്ദേഹം ഈജിപ്തുകാരനായിരുന്നു പറയുന്നുണ്ട്, അദ്ദേഹം ഇസ്രായേലി മുസ്ലിം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അതല്ല, അത് രണ്ടിലും പെടാത്ത വേറെ മൂസാ നബിയുടെ അയൽപക്കത്ത് താമസിച്ച ഗോത്രക്കാരൻ എന്നിട്ട് മൂസാ നബി അംഗീകരിച്ച ഒരാളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മൂസാ നബിയുടെ സമുദായത്തിന്റെ ഉള്ളിലേക്ക് കയറി വന്ന് മൂസാ നബിയുടെ ആളായിട്ട് തന്നെ ചമഞ്ഞ് മൂസാ നബിയോട് കൂടെ സഞ്ചരിച്ച് കടലൊക്കെ കടന്ന് ഇപ്പുറത്തി ബാക്കി സംഭവങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മൂസാ നബി ഖുർആൻ തൗറാത്ത് കിട്ടി അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോണില്ല. അത് പോയ സമയത്ത് ഹാറൂൻ നബിയെ സഹോദരൻ ഏൽപ്പിച്ചു കൊടുത്ത്, ഈ സമുദായത്തിനെ നോക്കണം കേട്ടോ, ഇവര് വളരെ പെട്ടെന്ന് വഴുതി വീഴും, ഇവര് പെട്ടെന്ന് പറക്കണ കൂട്ടരാണ്. കാരണം അത്രയും പിന്നോക്കാവസ്ഥയിൽ സാമ്പത്തിക സാമൂഹിക തൊഴിൽപരമായി ഫറോവയുടെ കീഴിൽ അടിച്ചമർത്തപ്പെട്ട് ജീവിച്ചവരാണ് അവര്. അതുകൊണ്ട് സാംസ്കാരിക ബോധത്തിലും നവോത്ഥാന മോഹത്തിലൊന്നും ഉയർന്നു നിന്ന് വിഷയങ്ങളെ സമീപിക്കാനുള്ള കെൽപ്പൊന്നും ഇതിനുണ്ടാവില്ല. അതുകൊണ്ട് ആര് വലിച്ചാലും ഇവരെ എങ്ങോട്ട് വേണമെങ്കിലും പോവും. അത് പോകാതിരിക്കാൻ ഹാറൂനെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഹോദരനാണ് നിർത്തിയിട്ടാണ് പോയത്. ഹാറൂൻ നബി മൂസാ നബി തിരിച്ചു വരാൻ എത്തിയപ്പോഴേക്കും കണ്ട കാഴ്ച എന്താണെന്ന് അറിയുന്നത്? ഇയാളൊരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിരിക്കണം. ആര്? സാമിരിയെ നല്ല ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ബാക്കിലൂടെ മുന്നിൽ കൂടെയൊക്കെ ഓതിയാൻ നല്ല ശബ്ദം വരും, അത് ഒച്ചുണ്ടാക്കും. ഇസ്രായേലി അന്നത്തെ മുസ്ലിങ്ങളോട് അയാളെ പറഞ്ഞതാ, ഇത് നമ്മുടെ ദൈവമാണത്. കാരണം ഈജിപ്തുകാര് പശു ആരാധകരായിരുന്നു. അതിന്റെ ഇടയിൽ ജീവിച്ചിട്ട് വരും. അങ്ങനെയൊക്കെ തന്നെ മതോ രാഷ്ട്രീയമൊക്കെ കൂടി കഴിഞ്ഞ് പലിശുണ്ടോ പലിശുണ്ട്, വ്യഭിചാരമുണ്ടോ ബോസ്കുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ടോ എവിടെയാണോ നമ്മൾ കഴിയുന്നത് അതിന്റെ കുറെ സാധനങ്ങൾ നമ്മളെ മേലെ കൂടി കണ്ട് പൊരുളോലോ. അങ്ങനെ പൊരണ്ട് കിടക്കുന്ന ഒരു ടീമാണ് ഈ ഇസ്രായേലിയര്. അതുകൊണ്ട് എന്ത് ചെയ്തു? മൂസാ നബി പോയപ്പോ പിന്നെ ഒരു ശൂന്യതയിൽ ഞങ്ങൾക്കൊരു ദൈവം കീർത്തനെ കിട്ടിയാൽ മതിയായിരുന്നു, ഒരു അള്ളാനെ കിട്ടിയാൽ മതിയായിരുന്നു. അവിടെയൊക്കെ നല്ല പശുക്കളുണ്ട്, വലിയ വലുപ്പമുള്ള നല്ല ഊറ്റന്മാരായ പല രീതിയിലുള്ള പശുക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊരു പശുക്കുട്ടൻ ഉണ്ടാക്കി വെച്ചാൽ മതി. ജനങ്ങളുടെ മനസ്സിൽ ഇതിന്റെ ഒരു വികാരം, ഞങ്ങൾക്കൊരു പാർട്ടി വേണം, ഞങ്ങൾക്കൊരു സംഘടന വേണം, ഞങ്ങൾക്കൊരു മരം വേണം, ആരാധിക്കാൻ പൂജ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആളുകളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ. കൃത്രിമമായ വിഗ്രഹങ്ങൾ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പശുക്കുട്ടി, ഒരു ഹീറോ, തെറ്റായ ഒരു സാധനം പ്രതിഷ്ഠിക്കാൻ നമുക്ക് വേണം. ഇങ്ങനെ അപ്പൊ ഇയാൾക്ക് കാറ്റ് മനസ്സിലായി. ഇപ്പൊ വീശിയാൽ എന്ത് ചെയ്യും? ഇപ്പൊ കാറ്റടിച്ചാല് സാധനം ഇങ്ങോട്ട് വേടാൻ തുടങ്ങി. കാറ്റുള്ളപ്പോ തൂറ്റ. ഇവരെന്താണോ പറയുന്നത്, ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അയാൾ മനസ്സിലാവും. ഉടനെ അയാൾ ചെയ്തു. എന്ത് ചെയ്തു? ഇസ്രായേലിയർ അവരുടെ സമ്പത്ത് സ്വർണവും സ്വന്തവും ഒക്കെ ഏറ്റി പോന്നിട്ടുണ്ട് അവിടുന്ന് പോരുമ്പം. അതൊക്കെ ഒരാൾ. അപ്പൊ ഇയാൾ പറഞ്ഞു അതൊക്കെ എന്തെങ്കിലും ഏൽപ്പിക്കും, എന്നിട്ട് ഞാൻ നല്ലൊരു സാധനത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. അങ്ങനെ ഒരു പുണ്യത്വമുള്ള, അല്ലെങ്കിൽ ആത്മീയ ഭാവമുള്ള, അല്ലെങ്കിൽ ആകർഷണീയ വ്യക്തിത്വമായ, അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ ആളുകളുടെ മുമ്പിൽ ഒരു ഹീറോയായി ചമയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ വാക്ചാതുരിയും അവതരണ ചാതുര്യതയും അതുപോലെ തന്നെ അയാളുടെ വ്യക്തിപ്രഭാവം ഒക്കെ വെച്ചിട്ടാണ് പറയുമ്പോ അപ്പൊ തന്നെ സാധാരണക്കാരൊക്കെ എന്ത് ചെയ്തു? ഉള്ള പൊന്നും അങ്ങനെയാണല്ലോ. മുസ്ലിയാരി ചോദിച്ചാല്, അച്ഛൻ ചോദിച്ചാല്, പൂജാരി ചോദിച്ചാല്, അതുപോലെ തന്നെ കാര്യപ്പെട്ട ഷെയ്ഖ് ചോദിച്ചാല്, മൗലാന മഠാധിപതി ചോദിച്ചാല്, കണ്ടില്ലേ നിങ്ങള്? ധർമ്മസ്ഥലാണ് അതിന്റെ പേര്. 400 പെണ്ണുങ്ങളെന്നോ 1000 പെണ്ണുങ്ങളെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പൂജക്കും വഴിപാടിനും വേണ്ടി വരുന്ന ഹൈടെക് പെൺകുട്ടികൾ മുതൽ പച്ച ദരിദ്രരെ അടക്കം മാരകമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നു.
പൗരോഹിത്യ വൃത്തിയുടെ പുണ്യത്തിന്റെ പേരിൽ ലൈംഗികാതിക്രമം അടക്കം നടത്തിയിട്ട് എന്നാ പെടുകയല്ല, കൊണ്ടുപോയിട്ട് കൊല്ലാണ്, പച്ചക്ക് കൊല്ലാണ്, വളരെ നിഷ്ഠൂരമായിട്ട്. ആ സ്ഥലത്തിലൊക്കെ ഇട്ട പേര് ഇതൊക്കെ ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിലും മലയാള പത്രത്തിലൊക്കെ എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലോ ഏതെങ്കിലും ഒരു മുസ്ലിം ദർഗയിലോ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ ഉള്ളിലാണെങ്കിൽ ഇതിലൊക്കെ നുഴഞ്ഞു കയറി എഴഞ്ഞു കയറി എന്തൊക്കെ ഇവിടെ വാർത്തകളായിട്ടുണ്ടാവും? ഇവിടെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒരിക്കലും അറിയണില്ലേ. യൂട്യൂബിലൊക്കെ അതിന്റെ സാധനമൊക്കെ ഔട്ടായി പോയി എന്നാണ് പറയണത്. ഇത്രയും ഭീകരമായിട്ട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിന്റെ MP ആണ് അവിടെ. അതിന്റെ പോട്ടെ, അതിലേക്ക് പോയാൽ പിന്നെ അങ്ങനത്തെ വിഷയങ്ങൾ പോവും. ഇതൊക്കെ ഇവിടെ നടക്കുക. ഇത് ഇപ്പറഞ്ഞ അപ്പൊ ആളുകൾ ചോദിച്ചാൽ പെണ്ണ് വെക്കും, ആണ് വെക്കും, മന്ത്രി വെക്കും, മത പള്ളി കമ്മിറ്റി വെക്കും, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ വീടും. ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് വിനീതന്മാരായിട്ട് വരും പോലെ. അപ്പൊ ഇവര് കൊണ്ടുപോയിട്ട് സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ട് മൂപ്പര് കിട്ടുകൊടുത്തു. മൂപ്പര് സ്വർണം കൊണ്ടെടുത്തിട്ട് ഒരു പശുക്കുട്ടിനുണ്ടാക്കി. നല്ല സ്വർണത്തിന്റെ ഒരു പശുക്കുട്ടി. ഇതിലുണ്ട് എത്ര സ്വർണം കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയുന്നു ലോകത്ത്. പാവപ്പെട്ടവന്റെ സാമ്പത്തിക ദുരിതത്തിന് പരിഹാരമാകേണ്ട സമ്പത്ത് അതിമാരകമായ രീതിയിൽ ദേവസ്വങ്ങളിലും ദർഗകളിലും അതുപോലെ തന്നെ അരമനകളിലും ഗാൻഗാഹുകളിലും ഒക്കെയായിട്ട് പല രീതിയിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് മനുഷ്യന്മാര്. വിഗ്രഹങ്ങളുടെ മുകളിലും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ എന്താണ് തിരുവനന്തപുരം ക്ഷേത്രത്തിന്റെ അത് പറയുന്നത് ഭൂഗർഭ ഗ്രഹയില് എത്രയുണ്ടെന്നോ അതോ അടച്ചുപൂട്ടി സീല് വെച്ചേക്കാണ്. പൊതുജനങ്ങൾ ആ കാശ് എടുത്തിട്ട് ഈ മറ്റേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലൊക്കെ പറയുന്നുണ്ട്. ഈ മറ്റേ പൊൻകുരിശ് തോമ എന്നൊരു ഒരു കഥാപാത്രം ഉണ്ട്, പൊൻകുരിശ് തോമ. ഈ പൊൻകുരിശ് തോമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ആ പേര് കിട്ടാനുള്ള കാരണം അങ്ങനെ പണ്ടൊക്കെ ഓരോ പേര് കിട്ടാൻ കാരണം ഉണ്ടാവുമല്ലോ. പള്ളിയിലെ പൊൻകുരിശ് കെട്ട് അപ്പോഴാണ് ആ പേരിലാണ് അവന് പിന്നെ പൊൻകുരിശ് തോമ എന്നറിയാം. അപ്പൊ പോലീസ് ഉണ്ടായിട്ട് അവനെ വിചാരണ ചെയ്യുന്നുണ്ട്. അപ്പൊ പോലീസ് വിചാരണ ചെയ്തപ്പോൾ ചോദിച്ചു, തോമ നീ എന്തിനാണോ പൊൻകുരിശ് വെക്കാൻ പോയത്? അപ്പൊ തോമ ഇതിന് മറുപടി കൊടുത്തു, ഏമാനെ സാറേ, യേശു മരിച്ചത് മരക്കുരിശയിലല്ലേ? അപ്പൊ മരക്കുരിശ് പോരെ പള്ളിയില്, എന്തിനാണ് പൊൻകുരിശ്? പൊൻകുരിശ് നമ്മക്കല്ലേ വേണ്ടത് നമ്മുടെ ജീവിതകാര്യം നടക്കാന്. അപ്പൊ അവിടെ മരക്കുരിശ് വെച്ചാൽ മതി. മരക്കുരിശിന് പകരം സ്വർണത്തിന്റെ കുരിശ്, വെള്ളിയുടെ കുരിശ്, അതുപോലെ തന്നെ മിനാരം, മിൻബറും, മെഹ്റാബും ഒക്കെ സ്വർണത്തിൽ കുളിപ്പിച്ച് അല്ലെങ്കിൽ അതിഗംഭീരമായ ചെലവുകൾ നടത്തി പാവപ്പെട്ട മനുഷ്യർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗസ മുതൽ ഇനി അറ്റത്തടക്കണ്ട് പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യമൊക്കെ, ആരാധനാ കേന്ദ്രങ്ങളും അതിന്റെ ആചാര്യന്മാരും അതിന്റെ നടത്തിപ്പുകാരും ഒക്കെ തടിച്ചു ചേർത്ത് വീഴ്ത്ത് കൂർത്ത് കോർത്ത് മൂർത്തിമൽഭാവങ്ങളായി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആർക്കും പട്ടിണിയും ദാരിദ്ര്യമൊന്നുമില്ല. അവരുടെ ശരീരഭാഷയിലില്ല, അവരുടെ ജീവിത സൗകര്യങ്ങളിലില്ല, അവരുടെ നിലപാടുകളിലില്ല. പട്ടിണിയോ ദാരിദ്ര്യമോ ഇല്ലായ്മകളോ വല്ലായ്മകളോ ഒന്നും അനുഭവിക്കാതെ മത രാഷ്ട്രീയ ഇത്തരം നേതൃത്വങ്ങളൊക്കെ പുരോഹിതന്മാരായിട്ട് നന്നായിട്ട് കെട്ടിവാഴുക. ഇയാൾക്കൂട് ആ പശുക്കുട്ടി നല്ല ഒച്ച വരും. ഇലാഹു മൂസ. ഇയാളെ പറഞ്ഞ ഇവിടെ എന്താ പറയുക? ഇയാള് പറഞ്ഞു ഈ പശു നമ്മളെ ദൈവമാണ്. ഇയാള് പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല. അപ്പൊ ഇയാളെ പറഞ്ഞു ഇലാഹു മൂസ, അത് മൂസാന്റെ ഇലാഹാണ്. അപ്പോഴാണ് ആൾക്കാർ എടുക്കുക. മുഹമ്മദ് നബി ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായി? ഉസ്താദ് പറഞ്ഞാൽ, ശൈഖ് പറഞ്ഞാൽ, മൗലാന പറഞ്ഞാൽ, മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതോടുകൂടി സ്വീകാര്യമായി. എന്തൊക്കെ കെട്ടുകാഴ്ചകളാണ് പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിശദാംശങ്ങളും പറയാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല കിട്ടണം. ഇത് ഏതെങ്കിലും ഒരാളെ മുന്നിൽ കണ്ടിട്ടോ എന്തെങ്കിലും സംഗതികളെ മുന്നിൽ കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വളരെ അപകടകരമായ രീതിയിൽ അള്ളാഹുവിന്റെ ദീനിനെ മലിനീകരിക്കാനും വക്രീകരിക്കാനും മരവിപ്പിക്കാനും പറ്റുന്ന രീതിയിൽ ജീവനില്ലാത്ത ജഡങ്ങളായി മതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവനില്ലാത്ത പശുക്കുട്ടി ഉണ്ടാക്കി കൊടുത്ത് അതിന് കൃത്രിമമായ ശബ്ദങ്ങൾ നൽകി അതിന് കറാമത്തുണ്ട്, അതിന് മുഅ്ജിസത്തുണ്ട്, അതിന് നിഅമത്തുണ്ട്, ബർക്കത്തുണ്ട്, റഹ്മത്തുണ്ട്, ഇത് എല്ലാറ്റിനുമുള്ള പരിഹാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുക. എന്നിട്ട് അയാൾ സ്വന്തം പറഞ്ഞാൽ അത് ക്ലിക്കാവില്ല എന്നുള്ളതുകൊണ്ട് വൈലാഹു മൂസ, ഇത് മൂസാന്റെ ഇലാഹു കൂടിയാണ്. അപ്പൊ പിന്നെ നമ്മളെ മൂസാന്റെ കൂടെയാണ്, അപ്പൊ നമ്മളെ തന്നെയാണല്ലോ. അങ്ങനെയാണല്ലോ, ഇതൊക്കെ നമ്മുടേതാണ്. ആളുകൾ മുഴുവൻ വട്ടം കൂടുകയാണ്, എന്നിട്ട് ഇതിന്റെ പിന്നാലെ കൂടുകയാണ്. ഇയാളാണ് ഈ സാമിരിയെ വെച്ചുകൊണ്ടാണ് ഖുർആൻ അയാളോട് ചോദിക്കുക. മൂസാ നബി പിന്നെ ഇറങ്ങി വരുന്നുണ്ട്. മൂസാ നബി ചോദിക്കുന്നുണ്ട് ഹാറൂനോട്, ഈ തമ്മാടിത്തരം കണ്ടിട്ട് എന്താ ഒന്നും ചെയ്യാതിരുന്നത്? ഇവൻ എന്ത് കളിയാണ് ഈ കളിച്ചത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോ കടന്നു പോകണില്ല. സാമിരി, അല്ല സാമിരിക്ക് എന്ത് പണിയാടോ എടുത്തത്? ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഈ പണിയെടുത്തത്? ഇങ്ങനെ പശുക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഇത് ദൈവമാണ് എന്ന് പറയാൻ നിനക്ക് എവിടുന്നാണ്? അതിനൊരു അർത്ഥമല്ലല്ലോ. മരിച്ച അച്യുതാനന്ദം പറഞ്ഞിട്ടുണ്ട്, പശു ഉമ്മയാണെങ്കിൽ കാള അച്ഛനാണെന്ന് ഒരു പ്രസംഗത്തിൽ ശരിക്കും പറയുന്നുണ്ട്. പശു ഗോമ ദൈവമാതാവാണെങ്കിൽ ദൈവത്തിന്റെ അച്ഛനാണല്ലോ കാള. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും കാളയെ ദൈവമാക്കി പശുവാണ് ഗോമാതാവ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ മാതിരി ഇയാള് പശുക്കുട്ടി ദൈവമാണ് എന്ന് പറയാൻ എന്താണോ ഇതിന്റെ കാരണം?
അപ്പൊ ഇവർ പറയുന്ന ന്യായമുണ്ട്. കാല ബസുർത്തു ബിമാലം യുബ്സറു. ഔലിയാക്കന്മാരും സയ്യിദാക്കന്മാരും വിശുദ്ധന്മാരും പുണ്യാളന്മാരും ആത്മീയ പ്രവർത്തകരും അതുപോലെ തന്നെ ആധ്യാത്മിക ഭാവമുള്ളവരൊക്കെ പറയുന്ന ഇന്നൊക്കെ മനസ്സിലാകാത്ത പല കാര്യവും എനിക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യകാരണം എനിക്ക് ജിന്നിറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ ശൈത്താൻ വരുന്നുണ്ട്, മലക്കിറങ്ങുന്നുണ്ട്. എന്റെ ദിവ്യ ശുശ്രൂഷ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഇങ്ങക്ക് തിരിയാത്ത കാര്യങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. നബി വരുന്നുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റേ ഔലിയ വരുന്നുണ്ട്, ഇയാള് വരുന്നുണ്ട്, അയാള് വരുന്നുണ്ട്. പല വർത്തമാനം അവർ പറയും. എല്ലാ ദിവ്യന്മാരും എല്ലാ മതത്തിലും ആ യേശുവിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ യേശുവിന്റെ മതത്തെ പൗലോസ് നശിപ്പിച്ച്. അറിയാം നിങ്ങൾ, ഞാൻ യേശുവിനെ സ്വപ്നത്തിൽ കണ്ടു, യേശു വന്ന് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കള്ള കാപട്യം ഈ ഈസാ നബിയുടെ മതത്തെ വക്രീകരിക്കാനുള്ള എല്ലാ തട്ടിപ്പും പൗലോസ് നടത്തിയത് നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കാണാം. യേശു വന്നിട്ട് എന്നോട് പറഞ്ഞിരിക്കുന്നു സുന്നത്ത് കഴിക്കാൻ. ഞാൻ അതൊക്കെ വേറെ ചർച്ചാ വിഷയമാണ് നമ്മൾ പഠിക്കേണ്ടത്. യേശു വന്ന് പറഞ്ഞു എന്ന് ഇയാളെ പറഞ്ഞപ്പോ പിന്നെന്താ, യേശു പറയാത്ത കാര്യം യേശു പറഞ്ഞു എന്ന്, യേശു വന്ന് എന്നോട് പറഞ്ഞു എന്ന് ഇയാളെ പറഞ്ഞപ്പോ എന്തായി? യേശു അങ്ങനെ പറഞ്ഞിട്ട് തന്നെയില്ല, പറയാത്ത കാര്യം. അപ്പൊ യേശുവിനെ പൊളിക്കണമെങ്കിൽ ഏതാ വഴിയുള്ളൂ? ഞാൻ ഉണ്ടാക്കിയ ഇലാഹാണ് എന്ന് പറഞ്ഞാൽ സാമിലി പറഞ്ഞാൽ കേൾക്കൂലല്ലോ. അപ്പൊ ഇത് ഇലാഹ മൂസ, ഇത് സാമിലി എന്റെ മൂസാന്റെ കൂടി ഇലാഹാണ്. യേശുവാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് യേശു പറയാത്ത കാര്യങ്ങൾ, മുഹമ്മദ് നബി പറയാത്ത കാര്യങ്ങൾ, മൂസാ നബി പറയാത്ത കാര്യങ്ങൾ, പ്രവാചകന്മാരും അല്ലാഹും പറയാത്ത കാര്യങ്ങൾ ഈ സാമിലിമാർ എന്ത് ചെയ്യാ? യേശു പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു, മൊയ്തീൻ ശൈഖ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പൊ നമ്മളന്മാരും പങ്ങന്മാരും കുട്ടികളും ഞാനും നിങ്ങളും പോകും. ഭയങ്കര സംഭവം തന്നെ. ഇയാളതാ പറഞ്ഞു, വിമാലം യബ്സുറു ബിഹി, നിങ്ങൾക്കൊന്നും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചില കാഴ്ചകൾ കണ്ടു, ചില ദിവ്യ ഈ മിക്കവാറും ഇതൊക്കെ തന്നെയും കൃത്രിമമായ അന്ധവിശ്വാസാണ്. ഈ കാര്യകാരണ ബന്ധത്തിന്റെ ഒരു പ്രശ്നത്തിൽ അവർ ഇടപെടൂല. ഏതെങ്കിലും ആസാമിലെ പ്രശ്നം പരിഹരിക്കാൻ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒറ്റമൂലിയുണ്ടോ? ഒരു മൂലിയില്ല. നരേന്ദ്രമോദി കൊണ്ടുവരുന്ന NRC കൈകാര്യം ചെയ്യാൻ വല്ല മറുപടിയുണ്ടോ? അതിനൊന്നും ഒരു ദിവ്യ കഴിവില്ല അവർക്കാർക്കും, ഒരുത്തനുമില്ല, ഒരു മതത്തിൽപ്പെട്ടവർക്കും ഇല്ല. അതേസമയം നിങ്ങളെ പെണ്ണിന്റെ പ്രശ്നം, നിങ്ങളെ മകളെ പ്രശ്നം, നിങ്ങളെ പീഡിയന്റെ പ്രശ്നം, നിങ്ങളെ എയ്ഡ്സിന്റെ പ്രശ്നം, നിങ്ങളെ ഗുണേറിയുടെ പ്രശ്നം, ഇതൊക്കെ പരിഹരിക്കാൻ ആരെടുത്തുണ്ട്? ഈ ഉസ്താദിന്റെ അടുത്ത്, ഷെയ്ഖിന്റെ അടുത്ത്, അച്ഛന്റെ അടുത്ത് പരിഹാരങ്ങളുണ്ട്. ഈ ദിവ്യന്മാരുടെ അടുത്ത് പരിഹാരങ്ങളുണ്ട്. അതേസമയം രാജ്യമോ ജനതയോ മനുഷ്യരോ അനുഭവിക്കുന്ന സാമ്പത്തിക സദാചാര രാഷ്ട്രീയ കാപട്യ കള്ളത്തരങ്ങൾക്കെതിരെ ഒരു ധ്യാനവും മന്ത്രവും പോലും നടത്താനുള്ള ശേഷിവന്മാർക്കില്ല. എന്നാൽ ഒരു കാര്യകാരണ ബന്ധത്തിന്റെ അടുത്ത് നടക്കാത്ത ഇന്ത്യകളിൽ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? രസം പറയാനൊക്കെ കയറ്റി. പണ്ട് ഈ ഒരു ഉസ്താദ് പള്ളിക്കൊക്കെ പോലും വരൂല, നിസ്കരിക്കാൻ വരൂല. മൂപ്പർക്ക് നിസ്കാരമല്ല. മൂപ്പര് പറയും, മൂപ്പര് കാരണം ഇമാമിനെ പിന്തുടരാൻ മൂപ്പർക്ക് ഇഷ്ടമല്ല, മൂപ്പര് സ്വന്തം നിസ്കരിക്കല. അള്ളാന്റെ റസൂൽ പറഞ്ഞ വർത്താനം എന്താ? ഇങ്ങൊക്കെ നടക്കാനോ ഇരിക്കാനോ ഉമ്മു മക്തൂമിനോട് അടക്കം പറഞ്ഞു, എന്ത് അനക്ക് ബാങ്ക് കണ്ണ് കാണാൻ കഴിയാത്തതാണ്. റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ എനിക്ക് കണ്ണ് കാണൂലല്ലോ, ഞാൻ എങ്ങനെയാ പള്ളിയിലേക്ക് വരാം? ബാങ്ക് കേൾക്കുമെന്ന് ചോദിച്ചു. ബാങ്ക് കേൾക്കും, എന്നാ പിന്നെ വരണം. ഉമ്മു മക്തൂമിനോട് കണ്ണ് കാണാൻ കഴിയാത്ത ആളുകൾക്ക് ഇളവുണ്ട്, അള്ളാഹു അതിൽ ഇടപെട്ടിട്ടില്ല. അതേസമയം ഇവിടെ ഉസ്താദും അവരെയും ദർഗയും പണ്ഡിതനൊക്കെ ആകാൻ പറയാം. അടുത്ത പള്ളി ഉണ്ടായാല് പള്ളിന്റെ ആളെ ഇമാമിനെയൊക്കെ നോക്കിയിട്ട് ചിലവർ വരൂല, ഗ്രൂപ്പ് നോക്കി സംഘടന നോക്കി. ചിലവർ പള്ളിക്കൊക്കെ തന്നെ ഇല്ല. ഇങ്ങനെ ഒരു ഉസ്താദ് പള്ളിയിലേക്ക് തന്നെ വരുന്നില്ല. അപ്പൊ ജുമായ്ക്ക് മുമ്പരെ എല്ലാവരും ജുമായ്ക്ക് വരും, മുമ്പര് പള്ളിൻ്റെ ഉള്ളിൽ മുമ്പര് വീട്ടിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് കുത്തിരിക്കുക. അതിൽ ആരോ ചെന്ന് ചോദിച്ചു, ഉസ്താദ് എന്താ? അപ്പൊ മുമ്പര് അതിന് മറുപടി പറഞ്ഞു, ഈ സാമിരി പറഞ്ഞ മാതിരി നിന്റെ ഒരാത്മാവ് ഇപ്പൊ ഹറമിൽ കുത്തുബ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വേറൊരാത്മാവ് മസ്ജിദ് നബവിയിൽ കുത്തുബ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ആത്മാവ് മസ്ജിദുൽ അഖ്സയിൽ ജുമായിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചോദിച്ചാൽ ഇവര് വടവന്മാരായതുകൊണ്ട് വാതിൽ പൂട്ടിയിട്ട് ഇറങ്ങി. 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു നോക്കുമ്പോൾ ഇയാളുണ്ടാകെ വെള്ളം കുടിക്കാതെ ഭക്ഷണം ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എട്ടങ്ങേറായിട്ട് നിൽക്കണം. അപ്പൊ ഇയാളെ പറഞ്ഞു, എന്ത് പണിയാണ് നിങ്ങൾ എടുത്തത്? ഇന്നിട്ട് കണ്ട് പൂട്ടിയിട്ട് നിങ്ങൾ പോവേ, നിങ്ങളിങ്ങനെ പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ ആ മറ്റേ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, മറ്റേ ഹോട്ടലിൽ പോയിട്ട് രാവിലത്തെ സാപ്പാട് കഴിക്കുന്നുണ്ടാവും, നിങ്ങൾ മെട്രോപൊളിറ്റൻ സിറ്റിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിസ്കാരമൊക്കെ അങ്ങനെ നടക്കണ്ടെങ്കിൽ പിന്നെ ഭക്ഷണം അങ്ങനെ നടക്കണ്ടേ? ഭക്ഷണം നമ്മൾ ഉണ്ടായി കൊടുക്കണം, നിസ്കാരം അവര് വേറെ കൊടുക്കല്. ഒരു ഉസ്താദിനെ കുറിച്ച് അയാളെ കുറിച്ച് അപ്പൊ മുദബ്ബിറ ആലം എന്ന് പറയുന്നത് അറിയാം നിങ്ങൾ? സമുദായത്തിന്റെ അകത്തളങ്ങളില് മുദബ്ബിറ ആലം എന്ന് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്ന മടവൂരവലിയാണ് ലോകം നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് പുസ്തകത്തിൽ വായിച്ച അദ്ദേഹം തന്നെ നമസ്കാരം പോലും വേണ്ട. അത് അദ്ദേഹത്തിന്റെ സൈക്കി പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മുടെ സംഘടനകളും നേതാക്കന്മാരും ഒക്കെ അവതരിപ്പിക്കുകയാണ് ഇയാൾ മുദബ്ബിറ ആലം. അള്ളാന്റെ റസൂലിനെ പോലും ചേർക്കാത്ത പദവി മുദബ്ബിറ ആലം. നിങ്ങളുടെ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ടോ? ലോകത്തിന്റെ നിയന്ത്രകനാണ്, ലോകം നിയന്ത്രിക്കുന്നവൻ മുദബ്ബിറ ആലമാണ് ദേഹം എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ പോലും പള്ളിയിലേക്ക് വരാൻ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഈ സമുദായത്തിന്റെ അകത്തളങ്ങളിൽ എന്തൊക്കെയാണ് വച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ഇയാൾ പറയാം, ഞാൻ സ്വന്തം ചെയ്തതല്ല, ഞാൻ റസൂലെ നിങ്ങളെ തന്നെ പ്രവാചകന്മാരുടെ പാരമ്പര്യം, ശൈഖന്മാരുടെ പാരമ്പര്യം, ഇമാമീമീങ്ങളുടെ പാരമ്പര്യം, ഉസ്താദുമാരുടെ പാരമ്പര്യം, ആലിമുകളുടെ പാരമ്പര്യം,
കാരണം അവിടെ തൊടാതെ ഇയാൾക്ക് അതിജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് പറഞ്ഞത് മിൻ അസറി റസൂൽ, റസൂലിന്റെ പൊടി എടുത്തിട്ടാണ് ഞാൻ പണി ചെയ്തിട്ടുള്ളത്. ഇത്രയും വലിയ അമാനുഷിക ഈ പശുക്കുട്ടിനെ ഉണ്ടാക്കി ഇവിടെ ഊതിയാൽ അവിടെ ഒച്ച വരുന്ന പണി ഞാൻ ചെയ്തിട്ടുള്ളത് പ്രവാചകന്മാരുടെ അസർ അടയാളങ്ങൾ എടുത്തിട്ടാണ്. എല്ലാ കപടകള്ള സംവിധാനങ്ങളിലും എന്തെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് അതായിട്ട് വരും ആ ഉസ്താദിൻ്റെതാണ്, ആ ഷെയ്ഖിൻ്റെതാണ്, ആ റസൂലിൻ്റെതാണ്, ഇയാളുടേതാണ്, അവരുടേതാണ്, അപ്പുറത്തുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതികൾ കഥാലിക സൗബലത്തില്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നി. മൂപ്പർക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണെന്നുള്ളത്. മൂസാ നബിയാണ് വിടൂല, ഫറോവനെ വിട്ടിട്ടില്ല, പിന്നെയല്ലേ ഇയാളെ വിടുന്നത്. അതുകൊണ്ട് മൂസാ നബിയെ അപ്പൊ ഇയാൾ ഉടനെ പറഞ്ഞു സൗബലത്തിലെ നഫ്സി. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ചെയ്തതാണ് ഞാൻ, അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ തടിതപ്പണി ചെയ്തത്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം പറ്റണമെങ്കിൽ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇമാതിരി സാമിരിമാര് കണ്ടമാനം സകല മതങ്ങളിൽ, സാമിരിമാര് മതങ്ങളിൽ മാത്രം ഉണ്ടാവണമെന്നല്ല, എല്ലാറ്റിലും ഉണ്ട്. ഒരു സംഗതിയെ അതിന്റെ അടിസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി കച്ചവടം ചെയ്യുകയും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവർ ആരാണോ വിദ്യാഭ്യാസത്തിലും ശാസ്ത്രത്തിലും കലയിലും സാഹിത്യത്തിലും മതത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഈ എന്താ പറയാ മറ്റൊന്ന് വളർന്നിട്ട് വലിച്ചൂരിയെടുക്കണ ഇത്തികണി എന്നൊക്കെ നമ്മൾ പറയല്ലോ, അക്കേഷ്യ എന്നൊക്കെ. അതായത് ഉള്ളത് മുഴുവൻ ഒന്നിന്റെ ഊർജം വലിച്ചെടുത്ത് വളരുന്ന പാരസൈറ്റുകളാണ് ഇവർ. നമ്മുടെ ശരീരത്തിൽ വളർന്ന് നമ്മുടെ ഊർജത്തെ ചോർത്തി കളയുന്നവർ. ആ മൂസാ നബിയുടെ സമുദായത്തെ തന്നെ അകത്ത് നിന്ന് ചോർത്താനാണ് ഇയാൾ ശ്രമം നടത്തിയത്. ഇമാതിരി കള്ളത്തരവും കാപ്പിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അനവധി സംഗതികൾ. ഉദാഹരണം പറഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇന്ത്യയിലൊക്കെ സാമൂഹിക അന്തരീക്ഷത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഉമ്മാരും പങ്കന്മാരും ഒക്കെ അതിന്റെ കാര്യപ്പെട്ട ഉപഭോക്താക്കളാണ്. ഇഷ്ടം പോലെ പൈസ അറിവിൻ നിലാവ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ തുറന്നാൽ ഒരുത്തന് ഇരുന്നിട്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കുക, പ്രാർത്ഥിച്ചിട്ട് പരിഹരിക്കാൻ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും അവന് സംഭാവനകൾ ഹോൾസെയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനത്തെ ഒരു കുപ്പായിട്ടാൽ എന്നൊക്കെ ആയിരിക്കും CPM ചോദിക്കൂല, എന്തിനാ കുപ്പായിട്ടെന്ന്. നവോത്ഥാന നായകൻ വന്നിട്ട് എന്നോട് ചോദിക്കൂല, BJP ചോദിക്കൂല. എനിക്ക് പച്ചക്കെട്ടും തലയെക്കെട്ടും ഒക്കെ എടുത്തിട്ട് ഷെയ്ഖ് മൗലാനാക്കോ മൗലാന എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് 4 ഖദ്ദസല്ലാഹു ഖുദ്സഹു വറളിയല്ലാഹു അൻഹു എന്താണ് സ്വതഖതഹു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചാല് മൂപ്പര് പണ്ട് പെരുമ്പരാവ് കുത്തുബയൊക്കെ പറഞ്ഞു. ഇപ്പൊ മൂപ്പർക്ക് എന്തോ വേറെന്തോ കിട്ടിയിട്ടുണ്ട്, വരം കിട്ടിയിട്ടുണ്ട്. മൂപ്പര് ഇപ്പൊ ഷെയ്ഖായിട്ടുണ്ട്, മൗലാനായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമൊക്കെ പറയാം ആളെ വളവനാണെന്ന്, പിന്നെ നിങ്ങൾ പറഞ്ഞാലും യേശൂല ആളുകൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങും. എല്ലാവരും എനിക്ക് നല്ല വരുമാനമാവും, എൻ്റെ വീട് വലുതാവും, എനിക്ക് വാഹനം കിട്ടും, നിങ്ങൾ മിക്കവാറും ആളെ നോക്കുള്ളൂ. ഈ ടൈപ്പ് കളി നടത്തുന്ന കള്ളത്തരങ്ങളും കാപട്യങ്ങളുമായി ഈ സമുദായങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഒരു ഫറോവയ്ക്കെതിരെയും ഒരു നേർച്ചയും നടത്താത്ത, ഒരു ഖാറൂനെതിരെയും ഒരു വിരല് പോലും ചുണ്ടാത്ത, ഒരു ഉദ്യോഗസ്ഥനെതിരെയും ഒരക്ഷരം ഉണ്ടാത്ത ഈ കപട പൗരോഹിത്യങ്ങൾ, ഇതിന്റെ കുരുക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? സമുദായത്തെ രക്ഷപ്പെടുത്തണം, ഇന്ത്യകളിൽ കുട്ടികളെ മക്കളെയൊക്കെ രക്ഷപ്പെടുത്തണം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാൻ പറ്റുകയാണെങ്കിൽ പറയാം. ഇതിന്റെ ഒരു മറുഭാഗം സൂറത്ത് തൗബയിലുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാനി വറഹ്ബാൻ, മിക്ക പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ ചെയ്യണ പണി ദീനിനെ വിറ്റ് കാശാക്കാന്നുള്ള പണിയാണ്. എന്നിട്ട് സ്വർണ്ണവും വെള്ളിയൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവര് മൂപ്പന്മാരും കൊമ്പന്മാരുമായിട്ട് ചമയാണ്. അങ്ങാടിയിൽ മുഖ്യസ്ഥാനം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ രക്ഷപ്പെടണം. സാമിരിമാരുണ്ടെങ്കിൽ സാമിരിയെ തിരിച്ചറിയണം. പ്രസ്ഥാനങ്ങളെയും ദീനിനെയും ഒക്കെ ഉറ്റുകൊടുക്കുന്ന, വിറ്റ് കാശാക്കുന്ന, അതിന്റെ മറവിൽ ഒളിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നിട്ട് സ്വയം വളരുന്ന പ്രഭുക്കന്മാരായി ഇവർ വാഴുന്നുവെങ്കിൽ അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ഒക്കെ അതിന്റെ പ്രായോഗികമായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഓരോ കാപട്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഇന്ത്യകളും കുട്ടികളെയും കുടുംബത്തിനൊക്കെ നമ്മൾ കാത്തുരക്ഷിക്കണം. യുക്തിയും ബുദ്ധിയും ചിന്തയും ബോധവും ജ്ഞാനവും ഒക്കെ ചേർത്ത് വെച്ചിട്ട് കാര്യകാരണബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും വിലയിരുത്താനും ഒക്കെ അറിവും കഴിവും നേടിയെടുക്കണം. കരുണാവാരിധി അല്ലാഹു അത്തരം എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നുമൊക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലത് തിരിയാത്തതൊക്കെ ഉണ്ടാവും, തിരിയേണ്ടതുണ്ട്. ആ വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കാര്യഗൗരവത്തോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അതുകൂടി സൂചിപ്പിക്കുകയാണ്, ഗസയെ നമ്മൾ പറഞ്ഞിരുന്നു. ഗസയും ആസാമും ഒക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആസാമിൽ കഴിഞ്ഞ മാസം 3500ഓളം കുടുംബങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായി ഇസ്രായേൽ എന്താണോ ചെയ്യണത് അത് തന്നെയാണ് സംഘപരിവാർ ഇന്ത്യയിൽ പടിപടിയായിട്ട് UP-യിലും ആസാമിലും അതുപോലെ തന്നെ ബീഹാറിലും രാജസ്ഥാനിലും ഒക്കെ ഈ പണി ഇവർ തുടങ്ങി വെക്കുന്നുണ്ട്. മനുഷ്യന്മാരെ അവരുടെ ജീവിതത്തിനേക്ക് പകടം മറിച്ച് നശിപ്പിക്കുക എന്ന് പറയണം. വേദനാജനകമായ കാഴ്ചപ്പ് നമ്മൾ ഗസയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഒരിറ്റ് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഓർമ്മ വരണം. ഇതെൻ്റെ കുട്ടികളാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ വാപ്പയാണ് ഈ കിടക്കണത് പട്ടിണി. നമുക്കത് അറിയില്ല. നമുക്ക്
കഴിഞ്ഞ തലമുറയിൽ ഒരു സമൂഹത്തിന് കുറച്ചൊക്കെ പട്ടിണി ഓർമ്മ ഉണ്ടാവും. നമ്മുടെ വാപ്പാർക്കും ഒക്കെ ഒരു 30 കൊല്ലം മുമ്പുള്ളൊരു തലമുറക്ക്, 20 കൊല്ലം മുമ്പുള്ളൊരു തലമുറക്കൊക്കെ കുറഞ്ഞ ഓർമ്മ ഉണ്ടാവും. വീട്ടിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ടാണ് ഈ നേർച്ച മൗലൂദിനൊക്കെ ഒന്നായിട്ട് നമ്മൾ പോയിരുന്നത്. ഒരു കുമ്പളങ്ങ കണ്ടോ, ഒരു ഇറച്ചി കഷ്ണമൊക്കെ ഇട്ടിട്ട്, ഒരു തേങ്ങാച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നതിന് ക്യൂ ഒക്കെ നിൽക്കാനുള്ള കാരണം അന്ന് തിന്നാൻ വകുപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അന്ന് വരിക്കുന്നിരുന്നത്. ഇന്നിപ്പോൾ ആരും അങ്ങനെ പോകില്ല. അതുകൊണ്ട് അന്ന് പുണ്യത്തെക്കാൾ ഉപരി നമ്മുടെ ആവശ്യങ്ങളായിരുന്നു അത്. കാരണം അങ്ങനെയൊക്കെ കിട്ടുള്ളൂ, ഒരു വെള്ളിയാഴ്ചയൊക്കെ ഉള്ളൂ. ഇന്ന് നമ്മൾ മതിമറന്ന് തിന്നുന്നവരാ. അതുകൊണ്ട് പട്ടിണി എന്താണ്, അതിൻ്റെ വേദന എന്താണ്, അതൊരു മനുഷ്യനുണ്ടാക്കുന്ന നിസ്സഹായത എന്താണ്, ദയനീയത എന്താണെന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുന്നതാണ്. ഗസയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഓൽക്ക് വേണമെങ്കിൽ ഹിജറ പോകാം. ഒരു ഹിജറ പോകാതെ അവിടെ നിൽക്കണം. ഓൽക്ക് അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അവർ തീരുമാനിച്ചിരിക്കുന്നു, ഞങ്ങൾ പോവില്ല. ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ, അള്ളാഹുവിൻ്റെ ദീൻ, ഉമർ ഇബ്നുൽ ഖത്താബ്, സലാഹുദ്ദീൻ അയ്യൂബി, അങ്ങനെ വലിയൊരു ചരിത്രമുണ്ട്. സുലൈമാൻ നബിയും ഇബ്രാഹിം നബിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു ഇവരവിടെ നിന്ന് നാട് വിടണമെന്ന്. പോലെ സ്വീകരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈജിപ്തിൽ നിന്നൊരു ചിത്രം വരുന്നുണ്ട്. ഈജിപ്തിന്റെ കരയിൽ നിന്നിട്ടൊരു ചെറുപ്പക്കാരൻ കുപ്പിയിൽ ഭക്ഷണമാക്കിയിട്ട് കടലിലേക്ക് ഇടുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഗസയിൽ വന്ന് അടിയുകയാണെങ്കിൽ, ഒരു കിട്ടുകയാണെങ്കിലോ, ഇങ്ങേ കരയിൽ ഇരുന്നിട്ട് കുപ്പിയിൽ കുറെ ഭക്ഷണങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് മുമ്പിൽ അള്ളാഹു അനുഗ്രഹിച്ച് എന്നെങ്ങാനും അവിടെ എത്തി ആരെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഇത്രമാത്രം വിഷമങ്ങളിലൂടെ ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക, പ്രാർത്ഥിക്കുക. ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെ, അതിന്റെ കാപട്യങ്ങൾക്കെതിരെ, ലോകഘടനയിൽ ഒരു സത്യസന്ധതയും ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മതരാഷ്ട്രീയ നേതൃത്വങ്ങൾക്കെതിരെ, അതിന്റെ സംവിധാനങ്ങൾക്കെതിരെ അള്ളാഹു മാത്രമേ സഹായിക്കാം. ഓല അതിജീവിക്കട്ടോ. ഓലക്കരച്ച് നിസ്സഹായമായ ബോധങ്ങൾക്ക് ഉണ്ടാവുണ്ടായോ, ഓലെല്ലാം അതിജീവിക്കും. കാരണം അവർ തീയിൽ കുരുത്ത ഒരു സംഘമാണ്. അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്തസാക്ഷിത്വത്തിന്റെ എല്ലാ വഴികളും അവർ തുറന്നിട്ടിട്ട്, പട്ടിണിയാണെങ്കിൽ പട്ടിണി, ബോംബിംഗ് ആണെങ്കിൽ ബോംബിങ്, ഒളിഞ്ഞ് വധിക്കപ്പെടലാണെങ്കിൽ ഒളിഞ്ഞ് വധിക്കപ്പെടൽ, എല്ലാറ്റിനും അവർ റെഡിയാണ്. അങ്ങനെ ഒരു സംഘം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനോട് നമ്മൾ പറയണം, നമ്മുടെ പ്രാർത്ഥനകളിൽ അവർ ചേരണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വരുതി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിജീവിക്കാനും അഭിമുഖീകരിക്കാനുമുള്ള കരുത്ത് നൽകി അള്ളാഹു അവരെ സഹായിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. എന്താണ് അവർക്ക് വേണ്ടത് അതൊക്കെയും അതിൻ്റെതായ സ്വഭാവത്തിൽ അവർക്ക് നൽകി നീ അവരെ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. ആസാമിലുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ. ഇതൊന്നൊക്കെ പറഞ്ഞ് നമുക്ക് അവതരിപ്പിക്കാൻ നേരമില്ല. വളരെ പ്രയാസകരമായി വീടും നാടുമൊക്കെ നഷ്ടപ്പെട്ടിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയാതെ കരുണാവാരിധിയ റബ്ബേ, അവർക്കൊക്കെയും നീ ആശ്വാസവും സമാധാനവും പരിഹാരങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളുടെ ഇടകളും രക്ഷിതാക്കളും ഒക്കെ പട്ടിണിക്ക് വിധേയമായി നാടുവിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഓർക്കാൻ പോലും സാധ്യമല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് വഹിക്കാനും സഹിക്കാനും കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഏത് തരം പരീക്ഷണങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അഭിമുഖീകരിക്കാനും അതിജീവിക്കാനുള്ള ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഇഖ്ലാസും നൽകി സബത്തും സബറും ഒക്കെ നൽകി ഞങ്ങളെ നീ തുണക്കുമാറാകണമേ റഹ്മാനെ. നീ ഞങ്ങളോട് പൊറുക്കണേ തമ്പുരാനെ, കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, ഞങ്ങളുടെ കുട്ടികൾ, ഇണകൾ, അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. ഉപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഉള്ള കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാൻ, ജീവിച്ചിരിക്കുന്ന വാപ്പാനെ ഉമ്മാനെയൊക്കെ മാന്യമായിട്ട് പരിചരിക്കാൻ വിശാലതയും സൗകര്യങ്ങളും നൽകി നീ ഞങ്ങളെ തുണക്കണേ തമ്പുരാനെ. അവർക്ക് നീ ആഫിയത്തും സലാമത്തും റാഹത്തും നൽകി അവരെ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും ഒക്കെ ഉണ്ട്. അള്ളാഹുവേ, അവരെയൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി സ്വീകരിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നീ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിൽ സമാധാനവും സാഹോദര്യവും സൗഹാർദ്ദവുമുള്ള അന്തരീക്ഷങ്ങൾ നൽകി നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളോട് നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, അല്ലാഹുമ്മ അഇസ്സനാ യാ റബ്ബൽ ആലമീൻ. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد صلى الله عليه وسلم.